റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മളിന്ന് എന്താണ് റിവ്യൂ ചെയ്യാൻ പോണേന്ന്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറല്ല, നല്ലൊരു വലിപ്പത്തോടു കൂടിയുള്ള സ്റ്റീരിയോ എഫക്റ്റോടും കൂടിയുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി എല്ലാവരും ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ലൊരു ഫിനിഷോട് കൂടി തന്നെയാണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയും ഈ സ്പീക്കർ ഇരിക്കുന്ന ഭാഗത്ത് മെറ്റൽ ഗ്രില്ലോട് കൂടിയാണ് വരുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ച് ഒരു ഊഫറും കൂടാതെ അതുമ്പോൾ തന്നെ ഒരു ട്യൂട്ടറോട് കൂടിയാണ് സ്പീക്കർ വന്നിരിക്കുന്നത്. ഇത് 2 സൈഡിലായിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മോഡ് ബട്ടൺ, കൂടാതെ ഒരു വോളിയം കുറയ്ക്കാനുള്ള ബട്ടൺ, ഒരു പവർ ബട്ടൺ, വോളിയം കൂട്ടാനുള്ള ബട്ടൺ, പിന്നെ ഇത് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇതിൽ ഈ കാണുന്ന വോളിയം പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വോളിയം കൂട്ടാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മൈനസിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം കുറയ്ക്കാനും സാധിക്കുന്നതാണ്. പ്ലസ് ബട്ടണിൽ ഒറ്റ പ്രാവശ്യം ടച്ച് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോകും. അതേപോലെ തന്നെ മൈനസിൽ ഞെക്കിയാൽ അത് പുറകോട്ടേക്കും പോകുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബട്ടണുകൾ വരുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പാട്ടിനനുസരിച്ച് ഇത് കളറ് ചേഞ്ച് ആവുന്നതാണ്. അത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പവർ ബട്ടണിൽ 2 പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഓഫായിട്ട് രണ്ടാമത് ഓൺ ആവും. അപ്പോൾ പല കളറിൽ ഇതേപോലെ ചേഞ്ച് ആവുന്നതാണ്. അത്യാവശ്യം രാത്രിയൊക്കെ ഇത് വീട്ടിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റ് വെച്ച് നമുക്ക് നല്ലൊരു ഫീല് തന്നെയായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ കളർ തന്നെ പല രീതിയിൽ മാറുന്നുണ്ട്. പച്ച, നീല, ചുവപ്പ് എന്ന കളറിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പുറകുവശം വരുന്നത് ഇതിൽ നമുക്ക് USB, മൈക്രോ SD കാർഡ്, ഓക്സിലറി ഇൻപുട്ട്, കൂടാതെ ഇതിനകത്ത് ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൈക്രോ USB തന്നെയാണ് ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു വീടിൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മൊത്തമായിട്ടും ഇത് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടുകളിലൊക്കെ ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു രീതിയിലുള്ള ക്വാളിറ്റിയോടുകൂടി കേൾക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി. ഇതിനകത്ത് സബൂഫർ ഇല്ലെങ്കിലും സബൂഫറിൻ്റെ ഒരു എഫക്റ്റോട് കൂടി തന്നെയാണ് ഇത് നമുക്ക് കേൾക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള ശബ്ദമാണ്. ഇനി ഇത് കണക്ട് ചെയ്യാനും വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മുടെ ഇതിനകത്ത് പവർ ഓൺ ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കുക. ഫോണിൽ സാധാരണ എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറുകളും കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ബൂം ബാസ് എന്ന് ഒരു നെയിം കാണിക്കുന്നതാണ്. അത് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറും കണക്ട് ആവുന്ന പോലെ തന്നെ കണക്ട് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത് ഇത് ഒരു 5 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ടൈമും വരുന്നത് 1 മണിക്കൂറിൽ താഴെയാണ്. ഒരു 5 മണിക്കൂർ വരെ നമുക്കിത് ലഭിക്കുന്നതാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം. ബ്ലൂടൂത്തിലായാലും പ്ലേ ചെയ്യാം, നമുക്ക് USB വെച്ചായാലും പ്ലേ ചെയ്ത് എങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫോൺ വഴി ഒന്ന് കേട്ട് നോക്കാം. നമുക്കിതിനകത്ത് പാട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പാട്ട് നമുക്കിത് നെക്സ്റ്റ് പോകാനും പുറകോട്ടേക്ക് പോകാനും സാധിക്കുന്നതാണ്. ഇതിനകത്ത് പ്ലേ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമുക്കിത് സാധിക്കുന്നതാണ് ഈ ബട്ടണിൽ കൂടി. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം അങ്കമാലി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ക്ലാസിക് ഗാലറി എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്നാണ് ഇത് നമുക്ക് റിവ്യൂ ചെയ്യാൻ തരുന്നത്. അവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്.